ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ട്രാവൽ വേൾഡ് ക്ഷണിക്കുന്നത് നമ്മുടെ സ്വന്തം പിറവത്തേക്കാണ്. പിറവത്തെ ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ ഉൾപ്പെടുന്ന ഒരു പട്ടണമാണ് പിറവം. പിറവം ഒരു മുനിസിപ്പാലിറ്റി കൂടെ ആണ് കേട്ടോ. കോട്ടയം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പിറവം. അപ്പോൾ നമ്മൾക്ക് കോട്ടയത്തോട്ട് പോകാനും എളുപ്പമാണ് കേട്ടോ. പിന്നെ മൂവാറ്റുപുഴയാർ പിറവത്ത് കൂടെ കിടന്ന് പോകുന്നു. നമ്മുടെ പിറവം പുഴയുടെ തൊട്ട് ചേർന്നാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പുഴയോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ പാർക്കിന്. അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞു, വെള്ളമെല്ലാം പയ്യെ ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ പിറവം പുഴ വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നല്ല ഒഴുക്കുണ്ട് കേട്ടോ. വെള്ളം തീരെ താന്നിട്ടില്ല. പാർക്കിൻ്റെയൊക്കെ അവിടെ നിന്ന് പാർക്കിലൊക്കെ വെള്ളം കയറും കേട്ടോ. നല്ല വെള്ളം കയറി വരുമ്പോൾ പാർക്കിലൊക്കെ നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പിറവം പാലത്തിന് കുറച്ചും കൂടെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ കാണുവാനായിട്ട്. അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വളരെ ശക്തിയോടുകൂടി നമ്മുടെ പിറവംപുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആമീമോളും മെറിയും കൂടെ കൂടിയിട്ട് ഊഞ്ഞാലാടുവാണ് കേട്ടോ. എല്ലാത്തിലും ഓടി മാറി മാറി കയറി കളിക്കുവാണ്. ഇപ്പോൾ ഊഞ്ഞാലാടുവാണ് കേട്ടോ. ഏതായാലും വേറെ കുറച്ച് പേരും കൂടെ പാർക്കിലുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോയി കഴിഞ്ഞ് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഇവിടെ കയറിയതാണ് കേട്ടോ. 10 രൂപയാണ് ഇവിടെ കയറാനുള്ള പാസ്, ഒരാൾക്ക് 10 രൂപ. അപ്പോൾ ഞങ്ങളിവിടെ കയറി. ഇതവർ ഊഞ്ഞാലൊക്കെ ആടുന്നു. അടുത്ത ഇതിൽ കയറിയിട്ട് കണ്ടോ, ഒരു ചെറിയ കുട്ടി അതിൽ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൺഡേ ആയതുകൊണ്ട് പൊതുവെ ആളുകൾ കുറവാണ്. ഉച്ച സമയമായിരുന്നു. 2:30 ഒരു 1:30 ആയതുള്ളൂ. 1:30 ആയതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. ഇതിൽ ഇരിക്കാൻ പറ്റത്തില്ല, നിറയെ വെള്ളം ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അത് മെറിയുടെ അമ്മയാണ്, അനുവാണ് കേട്ടോ. ഞങ്ങൾ പള്ളി കഴിഞ്ഞ് ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ പാർക്ക് ഓപ്പൺ ആയതുകൊണ്ട് കയറിയതാണ്. പിന്നെ പുഴയിലെ വെള്ളമൊക്കെ നോക്കാമെന്നൊക്കെ കരുതി കയറിയതാണ്. പിന്നെ പുഴയ്ക്ക് അഭിമുഖമായി ഇരിക്കാനായിട്ട് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശാന്തമായിട്ട് വന്നിരിക്കാം. അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ കുറേ കുരങ്ങൻകുട്ടന്മാർ വേസ്റ്റ് ബാസ്ക്കറ്റുമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഗ്ലാസോ കുപ്പികളോ ഒന്നും ഈ പരിസരത്തില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്നാക്സൊക്കെ കിട്ടാനായിട്ട്, വെള്ളമൊക്കെ കിട്ടാനായിട്ട്, പിന്നെ ഇതിൻ്റെ ഫീ ഒക്കെ അടയ്ക്കുന്ന വീഡിയോയുടെ തുടക്കത്തിൽ പാർക്കിനോട് ചേർന്നൊരു കട കണ്ടില്ലേ, അവിടെ ആ ചേട്ടൻ്റെ കയ്യിലാണ് കേട്ടോ കൊടുക്കുന്നത്. വീണ്ടും അവർ കറങ്ങുന്ന താറാവുക്കുട്ടന്മാരുടെ അടുത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ കളർ വേണം, ഈ കളർ വേണമെന്നും പറഞ്ഞ് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പറയുന്നത്. ആമിമോൾ പറഞ്ഞു, ആമിമോൾക്ക് ബ്ലൂ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കയറി ഇറങ്ങുമൊന്നും വേണ്ട, അവിടെ ഇരുന്ന് ഞങ്ങൾ കറക്കി വിടാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കറക്കി വിടുകയാണ് കേട്ടോ. കുറച്ച് കറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തല കറങ്ങണ പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് പയ്യെ അതിൽ നിന്ന്
ഇറങ്ങി കേട്ടോ. അടുത്ത ഇവിടെ മനോഹരമായ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. വിശാലമായ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ഫാന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പിറവത്തുണ്ടായ കാറ്റ് എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ആ കാറ്റിൽ എടുത്തു പോയതാണ് കേട്ടോ ഇതിൻ്റെ മേൽഭാഗം. അപ്പോൾ അത്രയും സ്ഥലത്തെ മേൽഭാഗമെല്ലാം കാറ്റെടുത്തുകൊണ്ട് പോയി. നല്ല മനോഹരമായിട്ട് നിന്നതായിരുന്നു. കാറ്റ് വന്ന് എല്ലാം കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞിപ്പോൾ ശാന്തമായിട്ട് നിൽക്കുകയാണ്. പുഴയുടെ അക്കരെ കാണുന്നതാണ് കേട്ടോ പിറവം മുനിസിപ്പാലിറ്റി ബിൽഡിങ്. പിന്നെ ഇത് നമ്മുടെ പിറവം പാലം. ഞങ്ങളൊരു 1:30 ആയപ്പോൾ വന്നതാട്ടോ. ഏകദേശം 3 മണി ആവാറാവുന്നു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഈ മഴയെല്ലാം വന്ന പണി കിട്ടും. ഇത് പുഴയോരെന്ന് പറഞ്ഞ് പാർക്കിനോട് ചേർന്ന് പുഴയുടെ തീരത്ത് തന്നെ ഉള്ള ഒരു ടീ, അതുപോലെ തന്നെ ചെറുകടികൾ, ജ്യൂസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. വൈകുന്നേരം നല്ല വൈബാണ്. ഒരു ചേട്ടൻ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.